കെ.പി.സി.സി അധ്യക്ഷനായി കെ സുധാകരൻ തുടരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കെ സുധാകരനെ മാറ്റേണ്ടതില്ല എന്നതാണ് ഹൈക്കമാൻഡ് തീരുമാനം. അതേസമയം കെ.പി.സി.സി ഭാരവാഹികൾ, ഡി.സി.സി അധ്യക്ഷന്മാർ എന്നിവരിൽ വലിയ അഴിച്ചുപടി ഉടനുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം ലക്ഷ്യമിട്ടുള്ള മിഷൻ 2025-നുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമാണ്. അതിനാൽ കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം. സാമുദായിക സമവാക്യം, നേതൃപാടവം, ഉപതെരഞ്ഞെടുപ്പിലെ വലിയ വിജയം എന്നിവയെല്ലാം അനുകൂല ഘടകങ്ങളാണ്. കൂടാതെ സംഘടനാ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലുമായും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമായും കെ സുധാകരൻ നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. കെ.പി.സി.സി ഭാരവാഹികൾ, ഡി.സി.സി അധ്യക്ഷന്മാർ എന്നിവരിൽ വലിയ അഴിച്ചുപണി ഉടനുണ്ടാകും. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം ഉൾപ്പെടെ 5 ഡി.സി.സി അധ്യക്ഷന്മാരെ മാറ്റില്ല. ഇവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. കെ.പി.സി.സി, ഡി.സി.സി പദവികളിൽ യുവാക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കും. കെ.എസ്. ശബരിനാഥനെ തിരുവനന്തപുരം ഡി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെന്നാണ് സൂചന. മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ സുപ്രധാന സ്ഥാനങ്ങളിലെത്തും. ഡി.സി.സി ഭാരവാഹി പുനഃസംഘടനയും ഉടനുണ്ടാകും. തലമുറ മാറ്റം വേണമെന്ന ആവശ്യം ഒരു വിഭാഗം ശക്തമാക്കുന്നതിനിടയിലാണ് കെ.പി.സി.സി അധ്യക്ഷനായി കെ സുധാകരൻ തന്നെ തുടരട്ടെ എന്ന് ഹൈക്കമാൻഡ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഉപതെരഞ്ഞെടുപ്പിലെ വൻ വിജയവും കേരളത്തിൽ യു.ഡി.എഫിനുള്ള അനുകൂല തരംഗവുമാണ് കെ സുധാകരന് തുണയായിട്ടുള്ളത്. കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാൻ, 24.